ഹായ്. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് ഒരു താമര ഫാം അല്ലെങ്കിൽ ലോട്ടസ് ഫാമാണ്. അത് എറണാകുളം ജില്ലയിലെ പാറക്കടവിലാണ്, അതായത് നിയർ ടു എയർപോർട്ട്, നെടുമ്പാശ്ശേരി എയർപോർട്ടിനാണ് അടുത്താണത് വരുന്നത്. താമരയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കണേക്കാൾ മുമ്പ് എനിക്ക് 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് ഒരു താമര അല്ലെങ്കിൽ ലോട്ടസ് പ്ലാന്റ് നമ്മുടെ വീട്ടിൽ പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞുള്ള ബെനിഫിറ്റുകൾ എന്താണെന്നുള്ളത് എനിക്ക് മോസ്റ്റ് ഓഫ് ദ ആൾക്കാർക്ക് അതറിയാം. എന്നാൽ പോലും ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ഗീവ് എ മോർ പോസിറ്റീവ് എനർജി ടു ദ സറൗണ്ടിങ്ങിൽ. ആ ഹോമിലേക്ക് കൂടുതൽ പോസിറ്റീവ് എനർജി അട്രാക്റ്റ് ചെയ്യും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ദ എയർ ക്വാളിറ്റി വിൽ ബി വെരി ഹൈ. ആ സറൗണ്ടിങ്ങിലുള്ള എയർ ക്വാളിറ്റിക്ക് ഭയങ്കര പ്യൂരിഫൈഡ് ആയിരിക്കും. ആൻഡ് ഓൾസോ ദർ ഈസ് ലോട്ട് ഓഫ് ഹെൽത്ത് ബെനിഫിറ്റ് ഓൾസോ. വാസ്തുശാസ്ത്രം അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫെങ്ഷി വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മുടെ വീട്ടിൽ ഒരു താമര വളർത്തുക എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബ്രിങ്സ് യു മോർ ലക്ക് അല്ലെങ്കിൽ പ്രോസ്പെരിറ്റി. സോ എനിവേ, നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് എങ്ങനെയാണ് താമര വയ്ക്കേണ്ടത്, എങ്ങനെയാണ് പ്ലാന്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് വീട്ടിൽ വളർത്തുന്നത്, ആൻഡ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ലോട്ടസ്, ഇതിനെല്ലാക്കുറിച്ചും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം. താമര വളരെയധികം പോസിറ്റീവ് എനർജി തരാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഇതിഹാസങ്ങളിലും അത് ദൈവികമായ കാര്യങ്ങളിലുമൊക്കെ ഈശ്വരനെ അല്ലെങ്കിൽ ദേവിമാരും ദേവന്മാരൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്നത് താമരകളിരുന്നായിട്ട്. താമരയ്ക്കൊരു പോസിറ്റീവ് വൈബ്രേഷൻ കൊടുക്കാൻ പറ്റുമെന്ന് നമ്മുടെ ഫെങ്ഷുയി വാസ്തുശാസ്ത്രം ഇതിലൊക്കെ പ്രത്യേകം പറയുന്നത്. താമരഫലം ഇതിനൊക്കെ വളരെ പ്രത്യേകതയുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഒരു വീടിനടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ അതിന് വളരെ പ്രത്യേകതയുണ്ട്. വീടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് നമ്മളൊരു താമര തൈ പൂവായിട്ട് നിൽക്കുന്നത് കണ്ട് മനസ്സിനകത്തുള്ള ഭയങ്കര ചേഞ്ചസ് ഉണ്ടാവും എന്ന് പറയപ്പെടുന്നു. അതാണ് ഇതിൻ്റെ ഒരു പ്രധാന ഗുണം. താമര നമുക്ക് വീട്ടിൽ വെച്ചിരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഇപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ ഞങ്ങൾ തുടങ്ങിയത് തന്നെ ഒരു 5-8 വെറൈറ്റി മാത്രമേ നമുക്കുള്ളായിരുന്നു. ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു 50-56 വെറൈറ്റിയുള്ള താമരകളുണ്ട്. പൂണ്ടാവുന്ന താമരകൾ തന്നെ ഒരു 56 വെറൈറ്റിയുള്ള നമ്മുടെ അടുത്തുണ്ട്. താമര തൈകൾ നമുക്ക് ധാരാളം കിട്ടാനുണ്ട്. പക്ഷേ അതിൽ താമരകൾ വെക്കാൻ ഒരു സ്ഥലം നമുക്ക് വീടിനകത്ത് തിരഞ്ഞെടുക്കാം. വീടിനകത്ത് തിരഞ്ഞെടുക്കണമെങ്കിൽ പ്രധാന കാര്യം നമുക്ക് ഈശാനകോൺ, അതായത് വടക്ക് കിഴക്കേ മൂലയാണ് ഏറ്റവും ഉത്തമമായിട്ട് എന്ന് പറയപ്പെടുന്നു. അല്ലെങ്കിൽ നമ്മുടെ വീടിനകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ വലതുവശം കാണാവുന്ന രീതിയിൽ വെക്കുകയാണ് ഏറ്റവും ഭംഗി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തിറങ്ങുന്ന സമയത്ത് ഒരു പോസിറ്റീവ് വൈബ് നന്നായിട്ട് വരും. അതാണ് ഏറ്റവും ഉത്തമമായിട്ടൊരു സ്ഥലമായിട്ട് പറയപ്പെടുന്നത്. ഇത് ലക്ഷ്മി എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇതിന് നമുക്കൊരു 800 ഇതളോളം ഉണ്ടായിരിക്കും. ഇത് കാണാനും നല്ല ഭംഗിയാണ്. നല്ല വിരിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നിൽക്കുകയും ചെയ്യും. പിന്നെ വരുന്നത് നമുക്ക് ഇതൊരു പുതിയ വെറൈറ്റിയാണ്. ഇത് വൈഡൂര്യം എന്ന് പറഞ്ഞ വെറൈറ്റിയാണിത്. ഇത് നമുക്കൊന്ന് വിരിച്ചു കൊടുക്കാം. അതായത് വിരിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ നല്ല ഭംഗിയുള്ള പൂവാണത്. കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. അടുത്തൊരു വൈഡൂര്യം എന്നുണ്ടൊരു വെറൈറ്റിയാണ്. പിന്നെ വരുന്നത് പിങ്ക് ക്ലൗഡാണ്. ഇത് ഡബിൾ ഷെയ്ഡാണ്. 2 കളറുണ്ട്, പിങ്കും വൈറ്റും കൂടിയതാണ്. അത് ഡബിൾ ഷെയ്ഡാണ്. പിന്നെ വരുന്നത് ഡോറ എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റിയാണ്. റെഡിൽ തന്നെ പല വെറൈറ്റി ഉണ്ട്. ഇത് റെഡ് ഡോറ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഇത് മേരി ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയാണ്. പിന്നെ വരുന്നത് ഡിലൻ. ഇതും ധാരാളം പെറ്റലുകളുള്ളതാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇഷ്ടംപോലെ മുട്ടുകളെല്ലാം ഉണ്ടായിരിക്കും. ഇത് ലിൻഡിങ് ചുനായ് എന്ന് പറഞ്ഞിട്ടൊരു യെല്ലോ ഷെയ്ഡാണ്. ഇത് നിറയെ മുട്ടുകളും പൂക്കളും ഉണ്ടാവും. നല്ല ഭംഗിയാണ്. നിറയെ ചെറിയ പൂക്കളായിട്ട് നമുക്ക് നല്ല ഭംഗിയിൽ നിൽക്കും. ഇത് അഖില എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. നല്ല ധാരാളം വലിയ പൊക്കത്തിൽ നമുക്ക് പോകും. വലിയ ഫ്ലവറാണ്. ഇത് അതിൻ്റെ മുട്ടാണ്. അത് നമുക്കൊന്ന് പതുക്കൊന്ന് വിരിയിച്ച് കൊടുക്കാം. നമ്മൾ അടിയിൽ ഇതളപ്പറ്റിലൊന്ന് പതുക്കൊന്ന് വിരിയിച്ച് കൊടുക്കണം. നമ്മൾ വിരിയിച്ച് കൊടുക്കുന്ന 2 ഗുണമാണ്. അടിയിലത്തത് തന്നെ വിരിയൂല. ഏത് താമരയും തന്നെ വിരിയൂല. നമ്മൾ പതുക്കെ അടിയിലത്തെ പെറ്റിലൊന്ന് വിരിയിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 10 ദിവസം വരെ കിട്ടും. അല്ലെങ്കിൽ അത് പെട്ടെന്ന് വിരിഞ്ഞ് 2 ദിവസം കൊണ്ട് കൊഴിഞ്ഞു പോകും. ഇത് നമുക്കൊരു 10 ദിവസം വരെ നമുക്കത് വിരിഞ്ഞ് കിട്ടും. ഇത് പതുക്കെ ഒന്ന് വിരിയിച്ച് കൊടുത്ത് ഇതിങ്ങനെ ഒന്ന് തലോടി കൊടുത്താൽ മതി. ഇത് എഫെക്ഷൻ 16 എന്ന് പറഞ്ഞ ബൗൾ താമരയാണ്. നമുക്ക് ചെറിയ പാത്രങ്ങളിൽ വരെ നമുക്ക് ഈ താമര വയ്ക്കാനായിട്ട് പറ്റും. ഇത് താമരകളിൽ തന്നെ പിങ്ക് കളറാണ്. പിങ്ക് നമ്മുടെ അടുത്ത് പല വെറൈറ്റി ഉണ്ട്. അതിലൊന്നാണിത്. ഇത് കർണ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണിത്. ഇത് റെഡ് പിയോണി എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റിയാണ്. റെഡ് തന്നെ നന്നായിട്ട് വിരിഞ്ഞു കഴിഞ്ഞതാണ്. ഇത് നമ്മുടെ താമരക്കുളമാണ്.
ഏതായാലും നമ്മൾ ജുവാബ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ധാരാളം പെറ്റലുള്ളതാണ്, പക്ഷെ നന്നായിട്ട് പൂക്കൾ നന്നായിട്ട് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിൽ നമ്മൾ 2 തരം വെറൈറ്റി ഇട്ടിട്ടുണ്ട്. ലക്ഷ്മി ഇട്ടിട്ടുണ്ട്. ഇത് റെഡ് പിയോണി എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റിയാണ്. അത് നമ്മളിത് വിരിയിച്ചു കൊടുക്കുകയാണ്. റെഡ് തന്നെയാണ്, നല്ല ഭംഗിയുള്ള പൂവാണ്. ഈ കുളത്തിൽ നമ്മൾ 2 വെറൈറ്റി ഇട്ടിട്ടുണ്ട്. ഇത് റെഡ് സിൽക്ക് എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റിയാണ്. പിന്നെ വരുന്നത് ഗ്രീൻ ആപ്പിളാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഡബിൾ ഷെയ്ഡാണ്. ഉള്ളിലൊരു ഗ്രീൻ കളറുണ്ടാവും, പുറമെ വൈറ്റ് കളറും ആയിരിക്കും. ഇതും ഒരു ബൗൾ താമരയാണ്. ഇത് ബെല്ല ലവ് എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റിയാണ്. ഇത് ആമ്പലിൻ്റെ കളക്ഷൻ നമ്മുടെ അടുത്തുണ്ട്. ഇത് ബ്ലൂ വിസിൽ എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റിയാണ്. അത് നല്ല ഭംഗിയിൽ നമുക്ക് നിൽക്കുന്നത് കാണാം. ആമ്പലിൽ നമുക്ക് പല വെറൈറ്റി ഉണ്ട്. മഞ്ഞയുണ്ട്, ബ്ലൂ വിസിലുണ്ട്, വൈറ്റ് ഉണ്ട്, പിങ്ക് ഉണ്ട്. അങ്ങനെ പല വെറൈറ്റി നമ്മുടെ അടുത്ത് ഉണ്ട്. പ്ലാന്റിങ് മെത്തേഡ് നമ്മൾ ഡിപ്പെൻസ് ഓൺ ഒന്നുകിൽ ട്യൂബറാണോ അല്ലെങ്കിൽ നമ്മൾ തൈക്കളാണോ എന്നുള്ള രീതിയിൽ ഒരു ആശ്രയിക്കണമെങ്കിൽ കോമൺ ആയിട്ടുള്ളൊരു കാര്യം പറയാം. ഇതിനകത്ത് നമുക്ക് തൈകൾ നടാം, ട്യൂബറുകൾ നടാം. നമുക്ക് വേണ്ടത് ഒന്ന് റെഡ് സോയിലാണ്, അല്ലെങ്കിൽ ചുവന്ന മണ്ണ് എന്ന് പറയുന്ന മണ്ണ്, കൽപ്പൊടി. നമ്മളോട് സാധാരണ പറയും ചുവന്ന നിറത്തിലുള്ള മണ്ണ്. അതായത് സാധാരണ ഫംഗസും അല്ലെങ്കിൽ ബാക്ടീരിയ ഒത്തിരി കുറവായിരിക്കും, പിന്നെ നെമറ്റോഡ്സ് കുറവായിരിക്കും. അങ്ങനെ കുറേ ക്വാളിറ്റീസ് ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഇതൊരു 10 കിലോ അരി വാങ്ങുന്ന ബാഗിൽ കൊള്ളാവുന്ന അത്രയും ഉണ്ടെങ്കിൽ ഏകദേശം നമുക്ക് മണ്ണ് അത് മതിയും. പിന്നെ വേണ്ടത് 2 കിലോ ചാണകപ്പൊടി, ഒരു 250 ഗ്രാം എല്ലുപൊടി, 50 ഗ്രാം വേപ്പ് ഉണ്ടാക്കുക, 50 ഗ്രാം കപ്പനടിപ്പ് ഉണ്ടാക്കുക. ഇത്രയും മാത്രം മിക്സ് ചെയ്താൽ നമുക്ക് നമ്മുടെ ബേസിക്കായി. പിന്നെ നമുക്ക് വേണ്ടത് എസെൻഷ്യലായിട്ട് വേണ്ടത് ടബ്ബാണ്. സാധാരണ നമുക്ക് കോമൺ ആയിട്ട് താമര വയ്ക്കാൻ കിട്ടുന്ന ടബിന് 21 ഇഞ്ച് ഡയമീറ്ററും ഒരു 1 അടി പൊക്കവും കാണും. അത് മതിയോ? ഈ 1 അടി പൊക്കമുള്ള ഈ ടബിനകത്ത് നമുക്ക് ഏറ്റവും ബേസിൽ ഒരു 1 ഇഞ്ച് പൊക്കത്തിൽ കൽപ്പൊടി നിരത്താം. നിരത്തിയിട്ട് അതിൻ്റെ മീതെ നമ്മൾ ഈ ബയോമിക്സ് ഉണ്ടാക്കിയെടുത്ത് അതിൻ്റെ മീതെ കംപ്ലീറ്റ് നിറയ്ക്കാം. നിറച്ചതിൻ്റെ ശേഷം അതിൻ്റെ മീതെ ഒരു ലെയർ കൂടെ മണ്ണിടുക. 2 ഇഞ്ച് കനത്തിൽ മണ്ണ് കൂടി ഇട്ട് കഴിഞ്ഞാൽ ഈ സാധനം ഏകദേശം സെറ്റായി. ഏറ്റവും ലാസ്റ്റ് മാത്രമേ നമ്മൾ വെള്ളം നിറയ്ക്കേണ്ട ആവശ്യമുള്ളൂ. മണ്ണിട്ടതിന് ശേഷം പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ തരുന്ന തൈ ആണെങ്കിൽ തൈ 4 വശം തട്ടിയിട്ട് കമത്തി കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് അതിങ്ങനെ പോരും, തൈ ശരിക്കും പോരും. ആ തൈ അങ്ങനെ നെസിറ്റീസ് അങ്ങനെ വയ്ക്കുക. അതിൻ്റെ മുളച്ച് വരുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്പ്രെഡ് ചെയ്ത് വയ്ക്കുക. ഒരു സൈഡിൽ വയ്ക്കാവും, നടുവിൽ വയ്ക്കരുത്. കാരണം വേരിലാണ് ഇതിൻ്റെ ഇലയും പൂക്കളും ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് വേര് എത്രമാത്രം സ്ഥലത്തേക്ക് പോകുന്നോ അതിനനുസരിച്ചായിരിക്കും പൂവിൻ്റെ എണ്ണം കൂടുന്നത്. പൂവിൻ്റെയും അല്ലെങ്കിൽ തൈയുടെ ക്വാളിറ്റിയും കൂടുന്നതനുസരിച്ചായിരിക്കും. അപ്പോൾ അതൊരു സൈഡിലേക്ക് വയ്ക്കുക. വീണ്ടും ബാക്കിയുള്ള ഭാഗം ലെവൽ ചെയ്ത് മണ്ണ് നിറയ്ക്കുക. ഏറ്റവും അവസാനം ഒരു പാത്രം വെച്ചിട്ട് ആ പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അല്ലാതെ അടിയിലുള്ള ചാണകം മുഴുവൻ കുത്തി കലങ്ങി മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പായലും അതിലുള്ള കാര്യങ്ങളൊന്നും പൂവില്ല പെട്ടെന്ന്. അപ്പോൾ ഇത്രയും ചെയ്തിട്ട് നമ്മൾ 2 ദിവസം തണലത്തേക്ക് വയ്ക്കുക. അത് കഴിഞ്ഞിട്ടെടുത്ത് വെയിലത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ സംഗതി റെഡി. പിന്നെ നമുക്ക് നേരിട്ട് 1 മാസം 2 മാസം ആകുമ്പോഴേക്കും ഫ്ലവർ വന്നോളൂ. താമരകൾ എന്തുകൊണ്ടാണ് തൈകളായിട്ട് കൊടുക്കുന്നത്? ഈ ട്യൂബറിന് പകരം തൈകളായിട്ട് നിങ്ങൾ അതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, സാധാരണക്കാരന് ട്യൂബർ വെച്ച് കിട്ടിയിട്ട് അത് പ്ലാന്റ് ചെയ്ത് വന്ന് മുളച്ച് വന്ന് അതിൻ്റെ ഇലകളൊക്കെ വന്ന് ഒരു ബഡ് വരുന്ന സമയം കുറച്ച് കൂടുതലാണ്. അപ്പം ഞങ്ങളിവിടെ തൈ ആകുമ്പോൾ തൈ ആൾമോസ്റ്റ് ഇപ്പോൾ ഇതിനകത്ത് തന്നെ കാണും ബഡ് വന്നിട്ടുണ്ട്, ബഡ് ആൾറെഡി വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള പ്ലാന്റ് ആകുമ്പോൾ നിങ്ങൾക്കൊരു അഷുറൻസ് ഉണ്ട് ഇത് പ്ലാന്റിൽ ബഡ് ആവും എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, ട്യൂബർ കഴുകി പോലെ ഫംഗൽ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ മറ്റ് ബാക്ടീരിയയൊക്കെ ട്രീറ്റ് ചെയ്യാത്തിടത്തോളം കാലം ട്യൂബറുകളും നമ്മൾ നട്ടുമ്പോൾ കഴുകി പോലെ സ്ഥിരം പതിവാണ്. അത് മെച്ചുവേർഡ് ആവാത്ത ട്യൂബുണ്ട്. ഇതൊക്കെ നമ്മൾ മെച്ചുവറായ ട്യൂബാണ്. എല്ലാ ട്യൂബറിൽ നിന്ന് നമുക്ക് പൂക്കൾ കിട്ടില്ല. അത് മെച്ചുവറായ ട്യൂബ് എടുത്ത് അതിൽ നിന്ന് ഗ്രോത്ത് വന്നതിന് ശേഷം മാത്രമേ അത് ഫ്ലവർ ആവില്ലെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്ത ട്യൂബറുകൾ വെച്ച പ്ലാന്റുകളാണ് ഇപ്പോൾ ഈ കാണുന്ന പ്ലാന്റുകളൊക്കെ. അതുകൊണ്ടാണ് ഇതിനകത്ത് ഈ പരുവത്തിൽ ഇത് 7 ഇഞ്ച് പോട്ടാണ്. ഈ പോട്ടിൽ തന്നെ ഈ മുട്ട് വന്ന് നിൽക്കുന്നതിൻ്റെ കാരണം ഇതാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ തൈകളായിട്ട് തന്നെ കൊടുക്കുന്നത്. ആൾക്കാർക്ക് ഒരു പെട്ടെന്ന് ഷോർട്ട് ടൈമിൽ സാധനം പൂക്കളാവും. ഇവിടുന്ന് താമര തൈകൾ വാങ്ങുമ്പോൾ അതിന് കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന അഷ്യൂരിറ്റി എന്താണ്? അഷ്യൂറൻസ് നമ്മൾ കൊടുക്കുന്നതിൻ്റെ പ്രധാന കാരണം നമ്മളെ അടുത്ത് നിന്ന് താമര വാങ്ങിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ ഫ്ലവർ കിട്ടണം എന്നുള്ളതാണ്. അത് കസ്റ്റമേഴ്സിനേക്കാൾ താല്പര്യം കൂടുതൽ ഞങ്ങൾക്ക് തന്നെയുണ്ട്. നമ്മുടെ അടുത്തൊരു പ്ലാന്റ് കൊണ്ടുപോയിട്ട് അത് വെച്ചിട്ട് ഫ്ലവർ ആയ ഞങ്ങൾക്കൊരു അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, അഷുറൻസ് പറഞ്ഞാൽ നമ്മളിവിടെ പ്ലാന്റ് ചെയ്യുന്ന എല്ലാം മെച്ചുവേർഡായ പ്ലാന്റുകളാണ്. ഇപ്പോൾ ഇതിന് തന്നെ ബഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇനി ബഡ് വരുമോ ഇല്ല എന്നുള്ളൊരു സംശയം വരുന്നില്ല. ബഡ് ആൾറെഡി ഉണ്ട്.
അപ്പോൾ ഇതുപോലെ ഈ ബഡ് നമ്മൾ പ്ലാന്റ് ചെയ്യുമ്പോഴും അതിനകത്ത് ഉണ്ടാവും. അത് പാത്രം വലുതാണെന്നുണ്ടെങ്കിൽ പിന്നീട് വരുന്ന ബഡുകളെല്ലാം നല്ല പൂക്കളായിരിക്കും. അത് മാത്രം തന്നെ ജെനുവിൻ പ്ലാന്റുകൾ നമ്മൾ കൊടുക്കുന്നുള്ളൂ. വേറെ ഒന്നും അറിയാൻ പാടില്ലാത്ത എന്തെങ്കിലും ഒരു പേരിട്ടിട്ടൊന്നും നമ്മൾ പ്ലാന്റ് കൊടുക്കണില്ല. അപ്പോൾ ഇതിനകത്ത് ഓതറൈസേഷൻ ഉള്ള പ്ലാന്റുകളാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് കൊടുത്താൽ ഇതുവരെ ആർക്കും മാറിപ്പോയതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതാണ് കുറച്ച് എളുപ്പം കൊണ്ടുപോകാനും. അവർക്ക് ഈ ട്യൂബർ കൊണ്ടുപോയി പിടിക്കില്ല എന്നുള്ള സംശയമൊന്നും വേണ്ട. ആൾറെഡി നമ്മൾ പിടിച്ച് ഇത്രയും ആയിട്ടുള്ള പ്ലാന്റാണ് കൊടുക്കുന്നത്. ഇതിപ്പോൾ 1 മാസം കഴിയുമ്പോഴേക്കും ഫ്ലവർ വന്നു കൊടുക്കും. അതിന് ഗ്യാരണ്ടി ഉണ്ട് നമുക്ക്. 1 വർഷത്തെ നമ്മളൊരു ബാക്ക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഇൻ കേസ് ഏതെങ്കിലും ട്യൂബർ കേടുവന്നു അല്ലെങ്കിൽ തൈക്കൾ അഴുകി പോവുകയാണെന്നുണ്ടെങ്കിലും അത് റീസണബിൾ ആണെന്നെങ്കിൽ നമ്മൾ റീപ്ലേസ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. ഒരു ബുദ്ധിമുട്ടും അവരായിട്ട് എപ്പോഴും 1 വർഷത്തേക്ക് ഇൻട്രാക്ഷൻ നമ്മൾ ചെയ്യണമുണ്ട്. അഷ്വറൻസിൻ്റെ കാര്യം പറയുമ്പോൾ അഷ്വറൻസിന് ഞങ്ങൾക്ക് ഒരു ബുക്ക്ലെറ്റ് കൂടി ഞങ്ങളോട് സൗകര്യം കൊടുക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ താമര കൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് ലഘു വിവരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിനകത്ത് അത്യാവശ്യം എന്ത് ചെയ്യണം, എങ്ങനെ പ്ലാന്റ് ചെയ്യണം എന്നൊക്കെ പറയുന്ന ഇൻസ്ട്രക്ഷൻ അടക്കം നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് ഒരു ഇതുണ്ട്. പിന്നെ ഇതിൻ്റെ വീഡിയോ അവർക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ കൂടി നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്, എങ്ങനെയാണ് പ്ലാന്റ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞാനിപ്പോൾ നിൽക്കുന്നത് താമരകളുടെ ലോകത്താണ്. ഒരു ലോട്ടസ് ഫാമിലാണ്. സോ എല്ലാതരം വെറൈറ്റി താമരകൾ ഇവിടെ ഉണ്ട്. മോർ ദാൻ 56 ടൈപ്സ് ഓഫ് ലോട്ടസ് ആണ് ഇവിടെ വളർത്തുന്നത്. സോ ലൊക്കേഷൻ വരുന്നത് പാറക്കടവിലാണ്. പാറക്കടവ് എന്ന് പറയുമ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് ഒരു 15 മിനിറ്റ് അടുത്തേ വരുന്നുള്ളൂ. അതായത് ആലുവയ്ക്ക് അങ്കമാലിക്ക് ഇടയ്ക്ക് അത്താണിയിൽ നിന്ന് തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ മാള റൂട്ടിലാണ് ഈ പാറക്കടവ് എന്ന് പറഞ്ഞ സ്ഥലം വരുന്നത്. വളരെ അടുത്താണ്. സോ ലൊക്കേഷൻ കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ നിങ്ങൾക്ക് താമര ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, താമര വീട്ടിൽ വളർത്താൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം എല്ലാവർക്കും, അല്ലെങ്കിൽ ഈ ലൊക്കേഷനിൽ കണക്ട് ചെയ്യാം. താമരയുടെ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞ് കഴിഞ്ഞിട്ടില്ല. ധാരാളം വിവരങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനുണ്ട്. പക്ഷേ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും 2 നമ്പറുകൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ടാവും. ആ 2 നമ്പറിൽ നിങ്ങൾ വിളിച്ച് കോൺടാക്ട് ചെയ്താൽ എപ്പോൾ വേണമെങ്കിലും അതിനുള്ള റിപ്ലൈ പറഞ്ഞാൽ രാവിലെ 6 മണി തുടങ്ങി വൈകിട്ട് 9 വരെ 9 മണി വരെ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. ഏത് താല്പര്യമുള്ള ഏത് വെറൈറ്റി വേണമെങ്കിലും നമുക്ക് തരാം. പ്ലാന്റായിട്ട് തന്നെ തരാം. അതാണ് കുറച്ചും കൂടി നമുക്ക് നല്ലത്. നിങ്ങൾ പറയുന്ന പോലെ അഷുറൻസ് എല്ലാം തരുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. നന്നായിട്ട് നോക്കണം, പരിപാലിക്കാൻ. അതിന് വേണ്ട ഒരു ബുക്ക്ലെറ്റ് കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ട്യൂബർ ഇതിൻ്റെ എവിടെ വേണമെങ്കിലും നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്, കൊറിയറിൽ അയച്ചു കൊടുക്കുന്നുണ്ട്. ഇനി പ്ലാന്റായിട്ട് വേണമെങ്കിൽ കേരള ബേസിൽ, കേരള നോർത്ത് സൗത്ത് ഇന്ത്യ നമ്മൾ കംപ്ലീറ്റ് പ്ലാന്റ് ആസിറ്റീസ് അങ്ങനെ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് അയക്കണമെങ്കിൽ 2 ദിവസം 3 ദിവസത്തിനുള്ളിൽ പ്ലാന്റ് അവിടെ കിട്ടും. ട്യൂബറാണെങ്കിൽ എവിടെ വേണമെങ്കിലും ആവശ്യപ്പെട്ട് നമ്മൾ അയച്ചു കൊടുക്കും. അതിൻ്റെ കൊറിയർ ചാർജൊക്കെ അടക്കം അയച്ചു കൊടുക്കാം. പിന്നെ ഇവിടെ നമ്മൾ താമര ഒരു കൃഷി ചെയ്യുന്ന പറഞ്ഞാൽ ഇത്രയും വിപുലമായൊരു താമര കൃഷി നിങ്ങൾ വേറെയും കണ്ടിട്ടുണ്ടാവില്ല. ധാരാളം ഇതിനകത്ത് ബോട്ടണി സ്റ്റുഡൻസ് ധാരാളം പേര് ഇവിടെ വരാറുണ്ട്. അവർക്ക് സ്റ്റഡി പഠിക്കാനായിട്ട് കുറേ കാര്യങ്ങൾ ഇവിടെ നമുക്ക് കൊടുക്കാൻ പറ്റും, മെറ്റീരിയൽസ്. പിന്നെ ധാരാളം പേര് ഇവിടെ ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ട് വന്ന് വിസിറ്റ് ചെയ്ത് താമരയും കാര്യങ്ങളൊക്കെ കണ്ട് പോകുന്ന ആൾക്കാരും ധാരാളം പേരാണ്. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്കും വളരെ സന്തോഷമുള്ള കാര്യമാണ്. നമുക്ക് അവർക്ക് വേണ്ട എല്ലാ അസിസ്റ്റൻസും കൊടുക്കും, അവർക്ക് വേണ്ട എല്ലാ ഹെൽപ്പും ചെയ്ത് കൊടുക്കും. ഏത് സംശയങ്ങൾ വേണമെങ്കിലും മാറ്റി കൊടുക്കാനായിട്ട് നമ്മളെക്കൊണ്ട് ഇപ്പോൾ കഴിവുണ്ട്, നമുക്കത് ചെയ്യാം. അതുപോലെ ഇതിന് ഇടയ്ക്ക് വരുന്ന എന്തെങ്കിലും കേടോ വരിക അതുപോലെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റും നമ്മൾ അതിൻ്റെ ഡയറക്ഷൻസ് കൊടുക്കും, അല്ലെങ്കിൽ അതിൻ്റെ മെറ്റീരിയൽ കൊടുക്കും. അതങ്ങനെ ചെയ്തു പോകുന്നുണ്ട്. ഏകദേശം ഞങ്ങളെല്ലാവരും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഈ താമര നിങ്ങൾ കണ്ടിട്ട് അല്ലെങ്കിൽ ഈ ഫാം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റുള്ളവർക്കൊക്കെ ഇത് ഷെയർ ചെയ്യണം. എല്ലാവരും അതിൻ്റേതായ ഒരു കമൻറ്റ്സ് ഇടണം. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷമായിരുന്നു ആ കാര്യത്തിൽ. നിങ്ങൾക്ക് വരുന്ന എല്ലാ അസിസ്റ്റൻസും നമ്മളിവിടെ വരുമ്പോൾ ചെയ്യുന്നുണ്ട്, സൗകര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ വിട്ടിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ വിളിച്ചോ.